ഡൽഹി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന ഒരു കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഡൽഹി റേപ്പ് കേസാണ്. അതിന് മുന്നേ അതുപോലത്തെ കേസസ് ഇല്ലേന്ന് ചോദിച്ചാൽ അതിന് മുന്നേയും അതിനുശേഷം ഒരുപാട് ഉണ്ടെങ്കിലും അതിന് മുന്നേ ഡൽഹിനെ വിറപ്പിച്ച ഒരു കേസാണ് രംഗാബില്ല കേസ് എന്ന് പറയുന്നത്. 1978 ഈ ഒരു കേസ് നടക്കുന്നത്. ആ ഒരു കേസിനെ ഇൻസ്പയർ ചെയ്ത ആമസോൺ പ്രൈമിലൂടെ റിലീസ് ഏറ്റവും പുതിയ വെബ് സീരീസ് ആണ് റാക്ക്. നല്ലൊരു കിടിലം വെബ് സീരീസ് ആണ്. ഞാൻ റീസെന്റ് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ വെബ് സീരീസ് വേണമെങ്കിൽ പറയാം. കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു എൻറ്റയർ സീരീസിനെ അവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഒരു മിലിറ്ററി ഓഫീസറുടെ രണ്ട് കുട്ടികളുണ്ട്. രണ്ടും കൊച്ചുകുട്ടികൾ. ഒരാൾക്ക് 16 വയസ്സും മറ്റൊരാൾക്ക് 12 13 എന്തോ ഉള്ളൂ. ഒരു ചേച്ചിയും അനിയനോ. സോ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു റേഡിയോ സ്റ്റേഷനിൽ പ്രോഗ്രാമിന് പോകാൻ നിൽക്കുമായിരുന്നു. അന്ന് ഈവനിങ് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബസ്സൊന്നും കിട്ടിയില്ല. ഇവർ ഒരു കാറിന് ലിഫ്റ്റ് വെച്ചു. ഓൾറെഡി ഇവർ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം ലേറ്റ് ആകുമ്പോൾ ആ ഒരു വഴി പോകുന്ന വണ്ടിക്കൊക്കെ കൈ കാണിച്ച് അവർ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ മഴയും കൂടിയാണ്, ബസ്സൊന്നും കിട്ടിയില്ല, ടൈമുമായി. ഒരു ലിഫ്റ്റ് വെച്ചു. ഇവർ ആ കാറിന്റെ അകത്ത് കയറി. പിന്നീട് ഇവരാരും കണ്ടിട്ടില്ല. ആ കാറിലുണ്ടായിരുന്ന രണ്ടുപേര് ഇവരെ കൊന്നു കളഞ്ഞു. ഇവർക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്, എന്തിനാണ് ഇവരെ കൊന്ന്, അല്ലെങ്കിൽ ഈ രംഗാബില്ല എന്ന് പറയുന്ന ആൾക്കാർ ആരാണ്, അതൊക്കെയാണ് ഈ സീരീസ് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റോറി ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു 5-6 വർഷം മുന്നെയാണ്. എന്റെ സെക്കൻഡ് ഷോർട്ട് ഫിലിമിന് വേണ്ടി ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ വായിക്കുന്ന ടൈമിൽ ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയിലോട്ട് പോയപ്പോഴാണ് ഇതിനെ പറ്റി അറിയുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു കുട്ടികൾ ആരാണ്, അവർക്ക് എന്ത് പറ്റി, ഈ രംഗാബില്ല ആരാണ്, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷേ സീരീസിലോട്ട് വന്നപ്പോൾ ഈ സീരീസിൽ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിലിങ്ങും എല്ലാം വേറെ ലെവലായിരുന്നു. ശരിക്കും ഈ ഒരു ക്രൈം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവരെ ട്രാപ്പ് ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സീരീസ് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫൈനൽ എപ്പിസോഡ് തീരാതെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി ഗ്രിപ്പിങ്ങും എൻഗേജിംഗ് ആയിട്ടാണ് ഈ സീരീസ് കൊണ്ടുവരിക്കുന്നത്. ഓരോ എപ്പിസോഡ്സും അതിന്റെ ക്ലിഫ് ഹാങ്ങേഴ്സും എൻഗേജിംഗ് ഫാക്ടേഴ്സും എല്ലാം ടോപ്പ് ലെവലായിരുന്നു. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. കുറെ സീക്വൻസ്, അടുത്ത് എന്ത് നടക്കും, അടുത്ത് എന്ത് സംഭവിക്കും, എങ്ങോട്ടാണ് ഇനി പോകുന്നത്, അവർ എസ്കേപ്പ് ആവും, ഇനി എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരുപാട് ടെൻഷൻ ബിൽഡിംഗ് ഏരിയാസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര നൈസായിട്ടാണ് ഈ സീരീസിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സീരീസിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗും പ്രസന്റേഷനാണ്. സ്റ്റോറി ടെല്ലിംഗിലോട്ട് വരുമ്പോൾ രംഗാബില്ല കേസ് എന്ന് പറയുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ആ ഒരു കുട്ടികൾ ആരാണ് കൊന്നതെന്നും അല്ലെങ്കിൽ ആ ഒരു രംഗാബില്ല ആരാണെന്നും എല്ലാം റിവീൽ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്തിട്ട് പിന്നീട് അവർ എങ്ങനെയാണ് ആ ഒരു സീരീസിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ട്. അത് ടോപ്പ് ക്ലാസ് ആയിരുന്നു, എടുത്തു പറയണം. കാരണം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻവെസ്റ്റിഗേഷൻ സൈഡിലോട്ട് വരുവാണെങ്കിൽ ആ ഒരു കേസ് നടക്കുന്ന 1978 സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു CCTV ഫുട്ടേജ് പോലും ഇല്ല അവർക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. ആകെ ഉള്ളത് ഒരു ഫോറൻസിക്കും കുറച്ച് എവിഡൻസ് ആണ്. സോ അത് വെച്ച് അവർ ആ ഒരു ക്രൈം സോൾവ് ചെയ്യുന്നതും അവർ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര നൈസ് ആയിട്ടാണ് ഈ സീരീസിൽ കാണിച്ചിരിക്കുന്നത്. പ്രസന്റേഷനിലോട്ട് വരുവാണെങ്കിൽ പാരലി 2 ഇവന്റ്സ് ആണ് സീരീസ് സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആ ഒരു രംഗാബില്ല ആരാണെന്നും ആ കുട്ടിയൊക്കെ എന്ത് സംഭവിച്ചു, ഈ ക്രൈം എവിടെയാണ് നടന്നത്, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്, അവരെങ്ങനെ അറസ്റ്റ് ചെയ്തു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു സൈഡ് സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് പാരലി സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രംഗാബില്ല ആരാണെന്നും ഇവരുടെ ബാക്ക് സ്റ്റോറി എന്താണെന്നും അവർ ഈ ഡൽഹിയിൽ വരാകുമ്പോൾ എന്താണ് അവരുടെ ജോലി, അവരെന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഇതിന് മുന്നേ അവർ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ, അവരുടെ ഫുൾ ഹിസ്റ്ററി, ഇങ്ങനത്തെ 2 കാര്യങ്ങളാണ് പാരലി സീരീസ് സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അതൊക്കെ നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാലും ഇതിലെ ക്യാരക്ടേഴ്സ് ആയാലും ഇമോഷൻസ് ആയാലും നമ്മളെ വിട്ട് പെട്ടെന്നൊന്നും പോകത്തില്ല, നല്ല രീതിക്ക് ഹോണ്ട് ചെയ്യും. എനിക്കാണെങ്കിൽ ചെറിയൊരു കാര്യം മതി ആലോചിച്ചുകൊണ്ടിരിക്കാൻ. ഈ ഒരു സീരീസിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല എന്ന് പോകുന്നു. കാരണം ആ 2 കുട്ടികൾ, അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ, അവരുടെ പാരന്റ്സ്, ഇവരുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഫൈനൽ എപ്പിസോഡ്, അവിടെ കാണിക്കുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അത് ഓവർകം ചെയ്ത് വരാൻ കുറച്ച് പാടാണ്, കുറച്ച് മനക്കെട്ടിയൊക്കെ വേണം. കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ഞാൻ സൈലന്റ് ആയിട്ടിരുന്നു. കാരണം അവിടെ നിന്ന് ഞാൻ പുറത്ത് വന്നിട്ടില്ല. അവിടെ കാണിക്കുന്ന എലമെന്റ്സിൽ കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഈ ഒരു കുട്ടികളുണ്ടല്ലോ, അവരുടെ ഇമോഷൻസും അവർ അന്ന് ആ ഒരു ദിവസം എന്താണ് ഫേസ് ചെയ്തതും, അവരുടെ ലൈഫിലെ ലാസ്റ്റ് ദിവസമാണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്. എന്റെ മോനെ, അത് ഭയങ്കര ഡാർക്കാണ്. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു സീരീസ് ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സീരീസ് സംസാരിക്കുന്ന സ്റ്റോറിയുടെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് സൈഡ് ഇവർ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പോകുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ കുറച്ചേരം സ്റ്റക്കാവും. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ സ്റ്റക്കായി. ഞാൻ കുറച്ചേരം, അതായത് ഈ സീരീസിൽ ആ 2 കുട്ടികളുടെ പെർഫോമൻസും ആ ഒരു ക്യാരക്ടേഴ്സും അവരുടെ ഇമോഷൻസും അവരുടെ പാരന്റ്സിന്റെ ഇമോഷൻസും എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് ഇതെല്ലാം നമ്മൾ വിഷ്വലി കാണുമ്പോൾ ഭയങ്കര നമ്മൾ ഹോണ്ട് ചെയ്യും. അടുത്ത കാലത്തൊന്നും ഇത് നമ്മുടെ മനസ്സിന് പോകത്തില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇതിൽ ഓരോ എലമെന്റ്സ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു സീരീസിലെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല. വന്നവരെല്ലാം നല്ല കിടിലോട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് കുറച്ച് ആൾക്കാരാണ്. അത് ഒന്ന് ജയപ്രകാശ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള അലി ഫസലാണ്. നമ്മുടെ JP എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്നത്. സോ പുള്ളിക്കാരനെ അനുഭവിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് കേസ് ടൈമിന്റെ അകത്ത് സോൾവ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ കുറെ സിറ്റുവേഷനിലൂടെ ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. പിന്നെ അയാൾക്ക് ഒരു പ്രോപ്പർ സൊല്യൂഷൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു
കാലമല്ല 1978 എന്ന് പറയുന്നത്. ഭയങ്കര പാടായിട്ടുള്ള ടൈമാണ്. CCTV ഇല്ല, ഒരു എവിഡൻസ് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് പുഷ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്നത്തെ ടെക്നോളജി ഇല്ല, ഒന്നുമില്ലാത്ത ടൈമിൽ ജസ്റ്റ് ഒരു മാൻ ഹണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറച്ച് പേർക്ക് വേണ്ടി ഒരു പോലീസ് ഓഫീസറും ഒരു ടീമും ഇറങ്ങുവാണ് കളത്തിൽ. അവരെവിടെയാണ് എന്താണെന്ന് നമുക്ക് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ടെക്നോളജി വെച്ച് പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങ് ഇറങ്ങി ചെല്ലുക, അത്രേ ഉള്ളൂ. സോ ആ ഒരു ജയപ്രകാശ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസും വളരെ നൈസായിട്ടാണ് അലി ഫസൽ ആ ഒരു ക്യാരക്ടറിലൂടെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പാരന്റ്സ് ആയിട്ട് വരുന്ന രണ്ടുപേരും, അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അല്ല, അമ്മയായിട്ട് വരുന്ന നമ്മളെ സൊനാലി ബാൻഡറാണ്, പഴയ ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരുടെ ചില ഇമോഷൻ സീക്വൻസ് ഒക്കെ പൊളിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ആ രണ്ട് കുട്ടികളും, ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ദിവ്യ ശർമ്മയും വിവാൻ ശർമ്മയാണ് ഈ രണ്ടുപേരും പേര്. നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഈ ഒറിജിനൽ കേസ് ഫയല് ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചേച്ചിയുടെയും അനിയന്റെയും, അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ രണ്ടുപേരെ നേരിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ചില സമയത്ത് കിട്ടും. ലൈക്ക് അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറച്ച് പെർഫോമൻസ് ഉണ്ട്. എന്റെ മോനെ ഒരു രക്ഷയില്ല. ഞാൻ ആ സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം ഈ ഒരു കുട്ടികളുടെ ഒരു ചിരിയും അവരുടെ സന്തോഷവും അവരുടെ ഹാപ്പിനെസ് ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ട് ക്യാരക്ടേഴ്സ്, ഈ ഒരു സീരീസിനെ തന്നെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ രംഗാബില്ലയുടെ ക്യാരക്ടേഴ്സ് ചെയ്ത ആകാശും രാമൻദീപും, രണ്ടുപേരുടെയും പെർഫോമൻസ് ടോപ്പ് നോച്ച് ആയിരുന്നു, ഒന്നും പറയാനില്ല. അവരെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് പോയി കൊന്നിട്ട് വരാൻ തോന്നും. അമ്മാതിരി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും നല്ല കിടിലായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവരെ കാണുമ്പോൾ ദേഷ്യവും ഉറപ്പും കൊല്ലാനും എല്ലാം ഇങ്ങനെ തോന്നും. ആ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ. അങ്ങനത്തെ രീതിയിലാണ് ആ രണ്ടുപേരും ആ ഒരു ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞതിന്റെ ടെക്നിക്കൽ സൈഡ് ഒരു രക്ഷയില്ല, ടോപ്പ് ക്ലാസ് മേക്കിംഗ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും ആർട്ടായാലും സൗണ്ട് ആയാലും ലൈറ്റിംഗ് ആയാലും എല്ലാം. എസ്പെഷ്യലി ആർട്ട് എടുത്ത് പറയണം. ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, 1978 to 1980s, അല്ലെങ്കിൽ ഈ ഒരു കഥ നടക്കുന്ന ടൈം പീരീഡിലുള്ള ആ ഒരു ബിൽഡിങ്സും കാറും എല്ലാം ഒരു അടിപൊളിയായിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി കിടിലം. ഓരോ ഫ്രെയിംസും, അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ ഡയലോഗ്സ് ഒന്നും വേണ്ട, ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഫീലിംഗ് മനസ്സിലാവുന്നുണ്ട്. അമ്മമാര് കിടിലം ഫ്രെയിംസ് ആയിരുന്നു. ആൻഡ് എഡിറ്റിംഗ് ആയാലും നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കളറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വിന്റേജ് ടച്ച് വരുന്ന കുറച്ച് കളറിംഗ് മോഡ്സ് ഉണ്ട്, അതൊക്കെ നൈസ് ആയിരുന്നു. ഓവറോൾ ടെക്നിക്കൽ സൈഡ് ടോപ്പ് ക്ലാസ് തന്നെ ആയിരുന്നു. ഓൾറെഡി നല്ലൊരു കിടിലൻ സ്റ്റോറിയാണ്, നല്ലൊരു കിടിലൻ പ്രസന്റേഷൻ ഉണ്ട്, നല്ല കിടിലൻ പെർഫോമൻസസ് ഉണ്ട്. അതിന്റെ കൂടെ ഒരു ടോപ്പ് ക്ലാസ് മേക്കിംഗ് കൂടി വന്നപ്പോൾ ഓവറോൾ ഈ ഒരു സീരീസ് എന്ന ഫീലും എക്സ്പീരിയൻസും വേറെ ലെവലായിരുന്നു. ആൻഡ് ഇതൊരു 18+ സീരീസ് ആണ്. ഒരുപാട് സെക്ഷൽ കണ്ടന്റ്സും ബ്ലഡും ഒരുപാട് തെറിവിളികളൊക്കെ ഉള്ള ഒരു സീരീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സീരീസ് കണ്ടു കഴിഞ്ഞാലും ഈ ഒരു സീരീസ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പോകത്തില്ല. ഇമോഷണലി നല്ല രീതിക്ക് നമ്മൾ ഹോണ്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. എസ്പെഷ്യലി ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ഫൈനൽ എപ്പിസോഡ്, ആ ഒരു 8ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓവർകം ചെയ്ത് വരാൻ കുറച്ച് മനക്കെട്ടി വേണം. ആ രീതിക്കാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നൈസ് ആയിരുന്നു. സോ ഒരിക്കലും മിസ് ചെയ്യരുത്, കണ്ടു നോക്കുക. നല്ലൊരു കിടിലം വെബ് സീരീസ് ആണ്. ആകെ 8 എപ്പിസോഡേ ഉള്ളൂ. ഓരോ എപ്പിസോഡ് ഒരു 40 to 45 അകത്ത് മാത്രമേ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. ഞാൻ റീസെന്റ് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്മാതിരി കിടിലം പ്രസന്റേഷൻ ആയിരുന്നു സീരീസ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.